ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാർഡ്ബോർഡും അതുപോലെ കളർ പേപ്പറും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഡെക്കറും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചാർട്ട് പേപ്പറിന് പകരമായിട്ട് നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ 4 സൈഡും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോർണറുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ കാർഡ്ബോർഡിൽ ആ ചാർട്ട് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനതങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു ചെടിച്ചട്ടിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ വരച്ചെടുത്ത് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ മുകളിലത്തെ ലെയർ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 or 3 ലെയറൊക്കെ ആയിട്ടാണല്ലോ ഇതുപോലത്തെ കാർഡ്ബോർഡ് ഷീറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ലെയർ ഞാൻ ഒരു സൂചി വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ പറിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാ ഞാനതങ്ങനെ മുഴുവനായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ബേസിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്, ചാക്കുന്നൂല്. അത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഹാങ് ചെയ്തിട്ടുള്ള ഒരു ചെടിച്ചട്ടി പോലെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ജൂട്ട് ത്രെഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ജൂട്ട് ത്രെഡൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയ ജൂട്ട് ത്രെഡ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ റൗണ്ട് ഷേപ്പ് അതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ചെറിയ സ്ട്രിപ്പായിട്ട് തിന്നായിട്ട് വരുന്ന രീതിയിൽ നമ്മളതിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനതിൽ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുവരെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനതിലങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ യെല്ലോ കളർ പേപ്പറിൽ നിന്ന് ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ബ്ലാക്ക് സ്കെച്ച് പെന്ന് വെച്ചിട്ട് ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ പീസ് യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി അതിലും ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്വില്ലിംഗ് ടൂൾ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓരോ പെറ്റലും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒരു സൈഡിൽ നിന്ന് സെൻറ്റർക്ക് മടക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് മടക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ യെല്ലോ കളറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 4 ഞാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
ഇനി ഞാൻ കുറച്ച് ഫ്ലവർ ബഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, മൊട്ടുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റെഡ് കളർ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെ ഒന്നും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള യെല്ലോ കളർ പെറ്റലും റെഡ് കളർ പെറ്റലും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ മൊട്ടുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത് ഗ്രീൻ കളർ പേപ്പർ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീളം കൂടിയതും വീതി കുറഞ്ഞതും ആയിട്ടുള്ള കുറച്ച് ലീവ്സാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് കുറച്ച് ചെറിയ ലീവ്സും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് തന്നെ കുറച്ച് വള്ളികൾ പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ പോട്ടിൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഉറുമാമ്പഴം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് ഒരു ലൈക്ക് തരണേ. അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്